അസ്സലാമു അലൈക്കും. വീഡിയോ ഇടുന്ന സമയം രാവിലെ 11:30 നാട്ടിലത്തെ സമയം. അങ്ങനെ ഞങ്ങൾ മീനയിലേക്ക് കടന്നു. മിനായിലെ മെട്രോ സ്റ്റേഷനാണ് നമ്മുടെ വാഹനത്തിന്റെ മുകളിൽ മിനായിലെ മെട്രോ സ്റ്റേഷൻ. പിന്നെ വലിയൊരു ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലം കൂടിയാണിത്. വാദി മാസർ. അവിടെ നോക്കി ഈ ഇടത് ഭാഗത്ത് ഒരു സ്തൂപം കാണാനുണ്ടോ? ആ പർവ്വതത്തിന്റെ ആ ലാസ്റ്റ് ഭാഗത്ത് ആ സ്തൂപം കണ്ടോങ്ങള്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറുക്കാൻ കിടത്തിയ സ്ഥലമാണ്. ഇബ്രാഹിം നബിക്ക് ഇത്ര പ്രത്യേകത വരാൻ കാരണം എന്താണെന്നറിയുള്ളൂ? അള്ളാഹു എന്താണോ കൽപ്പിക്കുന്നത് പൂർണ്ണമായും അത് അവർക്ക് ഏറ്റെടുത്തിരുന്നു. നമ്രൂദിന്റെ തീറ്റുണ്ടാരത്തിലേക്ക് ഇട്ടപ്പെടും. അള്ളാഹു അവർക്ക് ശമനം നൽകി. നോക്കണം, മകനെ അറുക്കാൻ കൽപ്പിച്ചപ്പോ അറുക്കാൻ കിടത്തിയ ആ സ്ഥലമാണ് കാണുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കഴുത്തിൽ കത്തിവെച്ചിട്ട് ഉറക്കാൻ തുടങ്ങി. ആ വിജയിച്ചു. അങ്ങനെയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ഒരു ആടിനെ കൊണ്ടുകൊടുത്തത്. ഇതിനെ അറുക്കാൻ കൽപ്പിച്ചു. മനസ്സിലായ? അതിനെ നമ്മൾ സ്മരിക്കുന്നവരാണ് ഉലൂഹിയ്യത്ത്. അല്ലാഹു കബൂലാക്കട്ടെ. വാദി മഅ്സർ എന്ന് പറയുന്ന സ്ഥലമാണ് അടുത്തത്. ആനക്കലഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്രഹത്തും കൂട്ടരും കഅബ വിളിക്കാൻ വേണ്ടി വന്നു. അബൂ താലിബ് അബ്ദുൽ മുത്തലിബ് കഅബയുടെ സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, നിന്റെ ഭവനമാണ്, നീ കാത്തോന്ന് പറഞ്ഞു. നോക്കണം, പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂക്തം തന്നെ, ഒരു അധ്യായം തന്നെ വന്നു അല്ലേ? എന്താ പറഞ്ഞത്? അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. നോക്കണം, ആനക്കലഹം വന്നപ്പോ അല്ലാഹു വലിയ പെടാപാടൊന്നും പെടേണ്ടി വന്നില്ല. ചെറിയ കടലമണി പോലത്തെ കല്ല്, അബാബീൽ എന്ന് പറയുന്ന ചെറിയ ഒരു തരം കുരുവികളാണ്. അതിങ്ങനെ നേരെ കുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടായിട്ട് ശിരസിൽ ഇട്ടാ അത് അടിയിൽ കൂടെ കൊണ്ട് പോകും. ആനപ്പട നോക്കേ, കലഹം, ആനപ്പടം ഓരോരുത്തരും പുല്ല് വളക്കൂല. അള്ളാഹു അവരൊക്കെ തുരത്താൻ വേണ്ടി, ആനപ്പടയെ തുരത്താൻ വേണ്ടി വല്ലാതൊന്നും പാടുപെടേണ്ടി വന്നില്ല. നമ്മൾ മിനായിലാണുള്ളത്. നമ്മൾ ജംറയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. മിനായിലെ പ്രധാനമായിട്ടൊരു പള്ളിയുണ്ട്, മസ്ജിദുൽ ഖൈഫ്. ശ്രദ്ധിക്ക്, മസ്ജിദുൽ ഖൈഫ് 70ഓളം അംബിയാ മുർസലീങ്ങൾ നിസ്കരിക്കുകയും 70ഓളം പ്രവാചകർ അന്ത്യവിശ്രമം കൊള്ളുന്ന മസ്ജിദുൽ ഖൈഫ്. ഓക്കെ, മസ്ജിദുൽ ഖൈഫിൽ വെച്ച് ഇപ്പൊ ഞങ്ങൾ ഒരു തവണത്തെ ഹജ്ജിന് വന്നപ്പോ മുഴുവൻ നിസ്കാരം മസ്ജിദുൽ ഖൈഫിൽ വെച്ച് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റി. ആ കൊറോണ സമയത്തുള്ള ഹജ്ജിൽ. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. ഇതാണ് കാണുന്നത്. നോക്കണം, ചെമ്പ്ര. ഈ കാണുന്ന 4 മിനാറുള്ള ഒരു പള്ളി കണ്ടങ്ങള്, 1 2 3 4, അതാണ് മസ്ജിദുൽ ഖൈഫ്. 70ഓളം പ്രവാചകന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന 70ഓളം പ്രവാചകന്മാർ നിസ്കരിച്ച പള്ളി മസ്ജിദുൽ ഖൈഫ്. മീനയാണ് ആ കാണുന്നത് കേട്ടോ. ജംറാത്തുകൾ മേലെ വെള്ളത്തിൽ കണ്ടില്ല, അത് 1. അങ്ങനെ 3: ജംറത്തുൽ അഖബ, ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്ത. 3 ജംറകളാണ്. അപകടമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തൊരീക്കിലൂടെ പോകുക, മറ്റൊരു വഴിയിലൂടെ ഇറങ്ങുക. നോക്കി, എൻട്രൻസും എക്സിറ്റ് നോക്കി നിങ്ങൾ ഇതുണ്ടാ. അല്ലാഹ് വലതു ഭാഗത്ത് നോക്കുക, ബിനാ പമ്പുകൾ. സുബ്ഹാനല്ലാഹ്, വെള്ള പരവതാനി വിരിച്ചതുപോലെ അല്ലാഹുവിന്റെ മിന. ജംറാത്തുകൾ കണ്ടില്ലേ? 2 ഭാഗത്തേക്ക് നോക്കുക. ജംറാത്തുകളാണ് നമ്മളെ ദൃശ്യയിൽപ്പെട്ടത്. അൽഹംദുലില്ലാഹ്. ജംറത്തുൽ അഖബ, ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്ത. നോക്കി, വെള്ള പരവതാനി വിരിച്ചതുപോലെ മിന കമ്പുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, നീ കണ്ടത് കബൂലാക്കണേ റബ്ബേ. ഈ മിനായിരന്റെ മുന്നേ വികസിക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് താമസം കൂടാതെ അതിന് നീ വഴികൾ എളുപ്പമാക്കണേ റബ്ബേ. പടച്ചോനെ, ഞങ്ങളെ ഹജ്ജിൽ ഹാജരായിരിക്കുന്ന റബ്ബേ, ഒന്നരായ അൻവരി അല്ലാഹു തമ്പുരാനെ അൻവർ ഫൈസി ഉസ്താദ് അടുത്ത വർഷത്തെ ഹജ്ജിന് വേണ്ടിയിട്ട് പ്രത്യേകം വിചാരിക്കാൻ പറഞ്ഞു. പടച്ചോനെ, അല്ലാഹു എത്രയും പെട്ടെന്ന് ടോട്ടലി പാസ്സാക്കി കൊടുക്കണമല്ല. പടച്ചോനെ, ദീർഘകാലം ഈ സേവന മേഖലയിൽ സേവനം അനുഷ്ഠിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ വലിയ തൗഫീഖ് നൽകണേ റബ്ബേ. നീ സ്വീകരിക്കണേ അല്ലാഹ്.